+2 എക്സാമിനേഷൻ സ്പെഷ്യൽ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന ഫസ്റ്റ് ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് പോർഷൻസ് ആണ്. ഇതിലെ ആദ്യത്തെ എപ്പിസോഡ് ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. അതിനകത്ത് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് എന്ന പോർഷനാണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് ഫോക്കസ് ഏരിയ 1.4 കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ് ആൻഡ് ഇൻവെർട്ടിബിൾ ഫങ്ഷൻസ് എന്ന പോർഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ രണ്ട് പോർഷനും വിശദമായി ഡിസ്കസ് ചെയ്യുന്ന ക്ലാസ് ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് കണ്ട് ഈ പോർഷൻസ് ഭംഗിയായി മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഈ എക്സാമിനേഷൻ ഓറിയന്റഡ് ക്ലാസ് കാണുക. തീർച്ചയായും ഇതിന്റെ ഡെഫിനിഷനും അതുമായി ബന്ധപ്പെട്ട തിയറിയും വിശദമായി ഡിസ്കസ് ചെയ്യുന്നത് ആ ക്ലാസ്സുകളിലാണ്. ആ ക്ലാസ് കണ്ടതിന് ശേഷം മാത്രം ഈ ക്ലാസ് കാണുക. ഇവിടെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂയിലുള്ള ഇമ്പോർട്ടന്റ് പ്രോബ്ലംസ് മാത്രമാണ് പരിചയപ്പെടുത്തുന്നത്. സോ എഴുതിക്കോളൂ. ഹെഡിങ് കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ്. എന്താണ് കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ്? ലെറ്റ് f from a to b and g from b to c are two functions. Then the composition of f and g is denoted by g composition f. g ഇട്ടിട്ട് ഇവിടെ ചെറിയൊരു 0 പിന്നെ f. വായിക്കേണ്ടത് എങ്ങനെയാണ്? g composition f. It is a function from a to c and is defined by g composition f of x equal to g of f of x. എന്താണ് g composition f of x എന്ന് പറഞ്ഞാൽ? g composition f of x equal to g of f of x. ആ g ക്കകത്ത് ആര് കയറിയിരിക്കുന്നു? f of x കയറിയിരിക്കുന്നു. സോ എന്താണ് കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ? Let f and g are two functions, then the composition of f and g is denoted by g composition f. f എന്ന് പറയുന്നത് a യിൽ നിന്ന് b യിലേക്കും g എന്ന് പറയുന്നത് b യിൽ നിന്ന് c യിലേക്കുമാണെങ്കിൽ g കോമ്പോസിഷൻ f ഫ്രം എന്തായിരിക്കും? a to c ആയിരിക്കും. സോ g കോമ്പോസിഷൻ f of x കാണുന്ന ഫോർമുല g of f of x. Similarly we can define what is f composition g of x. നിങ്ങൾ പറയും f of എന്താണ്? g of x. സിമ്പിൾ അല്ലേ? ഇതുമായി ബന്ധപ്പെട്ട എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂയിലെ ഇമ്പോർട്ടന്റ് പ്രോബ്ലം എഴുതിക്കോളൂ. Find f composition g and g composition f if f from real number to real number and g from real number to real number given by f of x equal to cos x and g of x equal to 3x square. നമുക്ക് എന്താണ് കാണേണ്ടത്? f composition g യും g composition f ഉം. First of all f composition g കാണണം. For that f composition g of x equal to എന്താണ് ഫോർമുല? f of g of x. വളരെ സിമ്പിൾ ആണ്, ഇമ്പോർട്ടന്റുമാണ്. f of എന്താണ്? g of x നിങ്ങൾക്കറിയാം, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. g of x എന്താണ്? 3x square. Next we have to find f of 3x square. f of x നമുക്കറിയാം. f of 3x square കാണാൻ നേരെ f ലേക്ക് പോവുക. f ൽ x ഇരിക്കുന്ന പ്ലേസിൽ എന്ത് കൊടുക്കണം? ഈ ബ്രാക്കറ്റിനകത്ത് ഇരിക്കുന്നത് അല്ലെ, ഈ സംഗതി അവിടെ കൊടുക്കുക. സോ f of 3x square എന്ന് പറഞ്ഞാൽ f of x ൽ x ഇരിക്കുന്ന സ്ഥലത്ത് ഈ സംഗതി കൊടുക്കുക. കഴിഞ്ഞു. സോ cos എന്താണ്? x ഇരിക്കുന്ന പ്ലേസിൽ ഇവനെ കൊടുക്കുക 3x square. ഈ കിട്ടിയതാണ് എന്ത്? f composition g. Next we have to find g composition f. g composition f of x equal to g of f of x. ഫോർമുല നിങ്ങൾക്കറിയാം. g of f of x എന്താണ്? f of x ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് cos x. we have to find g of cos x. എവിടേക്ക് പോണം? g യിൽ പോണം. g യിൽ x ഇരിക്കുന്ന പ്ലേസിൽ എന്ത് കൊടുക്കണം? ഈ ബ്രാക്കറ്റിനകത്ത് ഇരിക്കുന്ന സംഗതി. അത്രയേ ഉള്ളൂ. g യിൽ എന്താണ്? x ഇരിക്കുന്ന പ്ലേസിൽ cos x കൊടുക്കുക. സോ g of cos x equal to കൈയെടുക്കരുത്, g യിൽ നിന്ന് അവിടെ പോവുക 3 into x square. x ന്റെ പ്ലേസിൽ എന്ത് കൊടുക്കണം? cos x അവന്റെ സ്ക്വയർ. 3 into cos x the whole square എന്ന് പറഞ്ഞാൽ 3 cos square x എന്ന് കിട്ടും. സോ f കോമ്പോസിഷൻ g കിട്ടി, g കോമ്പോസിഷൻ f കിട്ടി. ഈസ് അങ്ങനെ ഒരു പാർട്ട് ചോദിക്കാം. f കോമ്പോസിഷൻ g ഈക്വൽ ടു g കോമ്പോസിഷൻ f. ഇത് രണ്ടും ഈക്വൽ ആണോ? അല്ല. ഹിയർ f കോമ്പോസിഷൻ g നോട്ട് ഈക്വൽ ടു എന്താണ്? g കോമ്പോസിഷൻ f. അപ്പൊ ജനറലി നമുക്കൊരു റിസൾട്ട് കൂടെ മനസ്സിലാക്കാം. f കോമ്പോസിഷൻ g യും g കോമ്പോസിഷൻ f ഉം എന്താകണമെന്നില്ല, ഈക്വൽ ആകണമെന്ന് ഇല്ല. ജസ്റ്റ് ഒന്ന് നോക്കുക. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. Next, question number 2. Another important question. f of x equal to 8x cube. g of x equal to x raised to 1 by 3. Find f composition g and
G composition F. First of all, we have to find F composition G. That means F composition G of X equal to F of G of X equal to F of G of X. എന്താണ് G of X? ഇതായിരിക്കുന്നു x raised to 1 by 3 is equal to, we have to find f of x raised to 1 by 3. എവിടേക്ക് പോകണം? f ലേക്ക് പോകണം. f ൽ x ഇരിക്കുന്ന പ്ലേസിൽ എന്ത് കൊടുക്കണം? ഇവനെ കൊടുക്കണം. സോ f എന്ന് പറയുന്നത് എന്തായിരുന്നു? 8x ക്യൂബ്. ഇവിടെ നിന്ന് കൈ എടുക്കരുത്. 8 into x ന്റെ പ്ലേസിൽ എന്ത് കൊടുക്കണം? ഈ ബ്രാക്കറ്റിനകത്ത് ഇരിക്കുന്നത് x raised to 1 by 3 raised to 3 is equal to 3 cancel ചെയ്താൽ എന്ത് കിട്ടും? 8x, which is f composition G. Next we have to find G composition F. That is G composition f of x equal to G of f of x. That is equal to G of f of x എന്തായിരുന്നു? 8x cube. We have to find now G of 8x cube. എവിടേക്ക് പോകണം? G യിൽ പോകണം. G യിൽ x ന്റെ പ്ലേസിൽ ഈ ബ്രാക്കറ്റിനകത്ത് ഇരിക്കുന്ന സംഗതി ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. സോ G of 8x cube എന്ന് പറഞ്ഞാൽ G യിൽ പോവുക, x ന്റെ പ്ലേസിൽ എന്താണ് കൊടുക്കേണ്ടത്? ഈ ബ്രാക്കറ്റിനകത്ത് ഇരിക്കുന്ന സംഗതി 8x cube x ന്റെ പ്ലേസിൽ കൊടുത്തു. റൈസ് ടു 1 by 3 ഈ ബ്രാക്കറ്റ് നിർബന്ധം കൊടുക്കുക. കാരണം ഈ റൈസ് ടു 1 by 3 8നും ഇവനും ബാധകമാണ്. സോ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഈ 3 ആയിട്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല, കാരണം ഈ 1 by 3 ഇവനും ബാധകമാണ്. 8 raised to 1 by 3 into x cube raised to 1 by 3. നിങ്ങൾക്കറിയാം ab the whole raised to n എന്ന് പറഞ്ഞാൽ a raised to n into b raised to n എന്നാണ്. സോ ഈ പവർ ഇവന് കൊടുക്കണം ഈക്വൽ ടു 8 raised to 1 by 3 എന്ന് പറഞ്ഞാൽ ക്യൂബ് റൂട്ട് ഓഫ് 8 that is 2. ഏത് സംഖ്യയാണ് 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താൽ 8 കിട്ടുന്നത്? 2നെ x raised to x cube raised to 1 by 3 അവിടെ ക്യാൻസൽ ചെയ്താൽ ആൻസർ എന്ത് കിട്ടും? 2x എന്ന് കിട്ടും. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, റിപ്പീറ്റഡ് ഹയർ സെക്കൻഡറി ക്വസ്റ്റ്യൻ. ഒരു വ്യത്യസ്തമായ ക്വസ്റ്റ്യൻ. ലെറ്റ് f from set 1, 3, 4 to set 1, 2, 5 and g from set 1, 2, 5 to set 1, 3 defined by f equal to set 1, 2, 3, 5, 4, 1 and g is equal to set 1, 3, 2, 3, 5, 1. Write down G composition f. f എന്ന് പറയുന്നത് ഈ സെറ്റിൽ നിന്ന് ഈ സെറ്റിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ഡിഫൈൻഡ് ബൈ ദിസ് വൺ. g എന്ന് പറയുന്നത് ഈ സെറ്റിൽ നിന്ന് ഈ സെറ്റിലേക്ക് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഫംഗ്ഷൻ ഡിഫൈൻഡ് ബൈ ദിസ് വൺ. We have to find എന്താണ്? G composition f. നമുക്ക് എന്താണ് കാണേണ്ടത്? G composition f. G composition f of x. അപ്പൊ f ലെ എലമെന്റ്സ്, f ലെ ഡൊമൈനിലെ എലമെന്റ്സ് ഏതൊക്കെയാണ്? 1ഉം 3ഉം 4ഉം. ഈ മൂന്നെണ്ണത്തിന്റെ ഇമേജ് ആണ് കാണേണ്ടത്. സോ G composition f of ആദ്യത്തെ x വാല്യൂ എന്ന് പറഞ്ഞാൽ 1 is equal to, ഇനി നിങ്ങൾക്കറിയാം ഡെഫിനിഷൻ, G composition f of 1 എന്ന് പറഞ്ഞാൽ G of f of 1 is equal to G of, what is f of 1? f എന്ന് പറയുന്ന ഫംഗ്ഷനിൽ 1ന്റെ ഇമേജ് 2 is equal to, what is G of 2? G എന്ന് പറയുന്ന ഫംഗ്ഷനിൽ 2ന്റെ ഇമേജ് 3. അപ്പൊ G of 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 3. കഴിഞ്ഞു. Similarly, next we have to find G composition f of next element 3. That is equal to, by definition, this can be written as G of f of 3. That is equal to G of, what is f of 3? f എന്ന് പറയുന്ന ഫംഗ്ഷനിൽ 3യുടെ ഇമേജ് that is 5. Now what is G of 5? 5 എന്ന എലമെന്റിന്റെ ഇമേജ് that is 1. Next we have to find G composition f of 4 is equal to G of f of 4 is equal to G of, what is f of 4? f എന്ന് പറയുന്ന ഫംഗ്ഷനിൽ 4ന്റെ ഇമേജ്, f ൽ 4ന്റെ ഇമേജ് 1. Then what is G of 1? G എന്ന് പറയുന്ന ഫംഗ്ഷനിൽ 1ന്റെ ഇമേജ് that is 3. കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ഈ 3 എലമെന്റിന്റെ ഇമേജസ് കണ്ടു. Now we have to find എന്താണ്? G composition f equal to set, ആദ്യത്തെ എലമെന്റ് 1ന്റെ ഇമേജ് എന്തായിരുന്നു? 3, കോമ നെക്സ്റ്റ് 3 എന്ന് പറയുന്ന എലമെന്റിന്റെ ഇമേജ് എന്തായിരുന്നു? 1, കോമ നെക്സ്റ്റ് 4ന്റെ ഇമേജ് എന്താണ്? 3. ഇതാണ് എന്ത്? G composition f. ഇതുപോലെ നിങ്ങൾക്ക് f composition Gയും കണ്ടെത്താം. ആദ്യത്തെ 2 പ്രോബ്ലമാണ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് ഇമ്പോർട്ടന്റ്. വേണമെങ്കിൽ ഇങ്ങനെയും ചോദിക്കാം. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻസ്. എന്താണ് ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻ? നോക്കിക്കോളൂ. എ ഫംഗ്ഷൻ
f from a to b is defined to be invertible if there exists another function g from b to a such that G composition F equal to IA, identity element of A, and F composition G equal to identity element of B. G composition F equal to I and F composition G equal to I എന്ന് കിട്ടിയാൽ നമ്മൾ എന്ത് പറയും? G is called the inverse of F. F ന്റെ inverse G എന്ന് പറയും. And it is denoted by F inverse F raised to -1 equal to എന്താണ്? G. അപ്പോൾ F composition G equal to G composition F equal to identity element കിട്ടിയാൽ നമ്മൾ എന്ത് പറയും? G is the inverse of F, that is F inverse equal to G. One more condition. A function F is invertible if and only if the function F must be bijective. ഒരു ഫംഗ്ഷൻ ഇൻവെർട്ടിബിൾ ആകണമെങ്കിൽ, ഒരു ഫംഗ്ഷന്റെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ that function must be എന്താണ്? ബൈജക്റ്റീവ്. That function must be bijective. ഒരു ഫംഗ്ഷൻ ബൈജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഫംഗ്ഷൻ 1 ആയിരിക്കും, 1 a function which is both 1 and 1 is called bijective. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഇൻവെർട്ടിബിൾ ആകണമെങ്കിൽ ആ ഫംഗ്ഷൻ 1 ആകണം, 1 ആകണം. വെരി വെരി ഇമ്പോർട്ടന്റ് കണ്ടീഷൻ. ഈ ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, ഹയർ സെക്കൻഡറി ക്വസ്റ്റ്യൻ. If f of x equal to 4x plus 3 by 6x minus 4, comma x not equal to 2 by 3, show that f composition f of x equal to x. Also find inverse of the function f. First of all, we have to find f composition f of x. For that, we have f composition f of x equal to, by definition എന്താണ്? f of x എന്ന് എഴുതാം, which is equal to f of x. What is f of x? ഇതായിരിക്കുന്നു 4x plus 3 by 6x minus 4. Next, we have to find f of this term. എന്ന് പറഞ്ഞാൽ എഫിലേക്ക് പോവുക. എഫിൽ എക്സിന്റെ പ്ലേസിൽ എന്ത് കൊടുക്കണം? ഈ ബ്രാക്കറ്റിനകത്തിരിക്കുന്നത് നിങ്ങൾക്കറിയാം. സോ എഫ് ഓഫ് 4x plus 3 by 6x minus 4 കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി എഫിൽ എക്സിന്റെ പ്ലേസിൽ ഈ സംഗതി കൊടുക്കുക. സോ 4 into x, എക്സിന്റെ പ്ലേസിൽ എന്താണ്? ഇവൻ 4x plus 3 by 6x minus 4. നെക്സ്റ്റ് എന്തുണ്ട്? പ്ലസ് 3, എഫിൽ നിന്ന് കൈയെടുക്കരുത്, ഡിവൈഡഡ് ബൈ നെക്സ്റ്റ് എന്താണ്? 6 into x, എക്സിന്റെ പ്ലേസിൽ ബ്രാക്കറ്റിനകത്തിരിക്കുന്ന സംഗതി 4x plus 3 by 6x minus 4 minus 4. ഇനി കൈയെടുക്കുക. അപ്പോൾ എഫ് കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എടുത്തു. അടുത്ത എഫ് ഓഫ് ഈ സംഗതി കാണുന്നതിന് വേണ്ടി ഈ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ എക്സിന്റെ പ്ലേസിൽ ഈ ബ്രാക്കറ്റിനകത്തിരിക്കുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Now simplify. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നിങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടും. എഫ് കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് കിട്ടും. നോക്കിക്കോളൂ, സിംപ്ലിഫിക്കേഷൻ നിങ്ങൾക്കറിയാം. ഇത് ബൈ 1 എന്ന് എടുക്കുക, അല്ലെ? മേലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 into ന്യൂമറേറ്റർ ഈ സംഗതി മൾട്ടിപ്ലൈ ചെയ്യാം. 4 into 4x എന്താണ്? 16x. 4 into 3 എന്താണ്? 12. പ്ലസ് അടുത്തത് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 into this one, 3 into 6x, that is 18x. 3 into -4 -12 ഡിവൈഡഡ് ബൈ എന്താണ്? 6x minus 4 ഹോൾ ഡിവൈഡഡ് ബൈ ഏത്? ഈ ഹോൾ ഡിവൈഡഡ് ബൈ. അടുത്ത് വീണ്ടും ഇവിടെ അതേപോലെ ബൈ 1 കൊടുത്താൽ 1 into 6 6 അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 6 into 4x 24x. 6 into 3 18. നെക്സ്റ്റ് ഇതും ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. -4 6x -24x. -4 പ്ലസ് 16 ബൈ ഇത് into 1, that is again 6x minus 4. ഇതും ക്യാൻസൽ ചെയ്യാം. ഈക്വൽ ടു ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 16x 18x ആഡ് ചെയ്താൽ 34x പ്ലസ് 12 -12 ക്യാൻസൽ ചെയ്തു പോയി. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ പ്ലസ് 24x -24x ക്യാൻസൽ ചെയ്തു പോയി. 18 16 ആഡ് ചെയ്താൽ 34 ഈക്വൽ ടു 34 ക്യാൻസൽ ചെയ്താൽ എന്ത് കിട്ടി? x എന്ന് കിട്ടി. നമുക്ക് എന്താണ് ഇപ്പോൾ കിട്ടിയത്? എഫ് കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് കിട്ടി. എഫ് കോമ്പോസിഷൻ ജി ഈക്വൽ ടു ഐ എന്ന് കിട്ടിയാൽ നമ്മൾ എന്ത് പറയും? എഫ് ഇൻവേഴ്സ് ജി എന്ന് പറയും. എഫ് കോമ്പോസിഷൻ ജി ഈക്വൽ ടു ഐഡന്റിറ്റി എലമെന്റ് കിട്ടിയാൽ എഫ് ഇൻവേഴ്സ് ഈക്വൽ ടു
എന്ന് പറയും, ജി എന്ന് പറയും. ഇവിടെ എഫ് കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്, ഐഡന്റിറ്റി എലമെന്റ് കിട്ടി. therefore എഫ് ഇൻവേഴ്സ് ഈക്വൽ ടു എന്ത് പറയാം, എഫ് എന്ന് പറയാം. എഫ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 4x + 3 by 6x - 4. ഈ ഫംഗ്ഷന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ആ ഫംഗ്ഷൻ തന്നെയാണ്. ദിസ് ഫംഗ്ഷൻ ഈസ് സെൽഫ് ഇൻവെർട്ടിബിൾ എന്നൊക്കെ പറയും. പേടിക്കേണ്ട, വെറുതെ പറഞ്ഞു എന്ന് മാത്രം. സോ എഫ് കോമ്പോസിഷൻ എഫ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എക്സ് തന്നെ കിട്ടി. സോ എഫ് ഇൻവേഴ്സ് എന്താണ്, എഫ് തന്നെയാണ്. വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. അനദർ ഹയർ സെക്കൻഡറി ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫംഗ്ഷൻ എഫ് ഫ്രം റിയൽ നമ്പർ ടു റിയൽ നമ്പർ ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 4x + 3. Show that the function f is invertible. Also find inverse of the function f. ഈ ഫംഗ്ഷൻ ഇൻവെർട്ടിബിൾ എന്ന് പ്രൂവ് ചെയ്യണം. ഒരു ഫംഗ്ഷൻ ഇൻവെർട്ടിബിൾ ആണെങ്കിൽ ആ ഫംഗ്ഷൻ എന്തായിരിക്കും, ബൈജക്റ്റീവ്. ദാറ്റ് മീൻസ് ദ ഫംഗ്ഷൻ മസ്റ്റ് ബി 1 1 ആൻഡ് ഓൺ 2. ഒരു ഫംഗ്ഷൻ ഇൻവെർട്ടിബിൾ എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് പ്രൂവ് ചെയ്താൽ മതി, ആ ഫംഗ്ഷൻ 1 1 ഓൺ 2 ആണെന്ന് പ്രൂവ് ചെയ്യുക. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ ഫംഗ്ഷൻ 1 1 എന്ന് പ്രൂവ് ചെയ്യണം. ഫോർ ദാറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ അസംപ്ഷൻ എന്താണ്, നിങ്ങൾക്കറിയാം. ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ. എഫ് ഓഫ് എക്സ് എന്താണ്, 4x + 3 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇതാണെങ്കിൽ എഫ് ഓഫ് വൈ എന്തായിരിക്കും, 4y + 3. 3 ക്യാൻസൽ ചെയ്താൽ 4x ഈക്വൽ ടു 4y. 4 ക്യാൻസൽ ചെയ്താൽ x ഈക്വൽ ടു y. therefore the function f is എന്താണ്, 1 1 എന്ന് നമുക്ക് പറയാം. വെരി സിമ്പിൾ പാർട്ട്. നെക്സ്റ്റ് എന്താണ്, ഈ ഫംഗ്ഷൻ ഓൺ 2 എന്ന് പ്രൂവ് ചെയ്യണം. എങ്ങനെയാണ് ഓൺ 2 പ്രൂവ് ചെയ്യുന്നത്, ലെറ്റ് y എലമെന്റ് ഓഫ് സെക്കൻഡ് സെറ്റ്. Let y element of second set are such that f of x equal to y. f of x എന്താണ്, 4x + 3 equal to y. ഇതിൽ നിന്ന് x ന്റെ വാല്യൂ കണ്ടെത്തുക. 4x equal to y - 3. that is x equal to y - 3 by എന്താണ്, 4. y എന്ന് പറഞ്ഞാൽ ഒരു റിയൽ നമ്പർ. yക്ക് ഏത് റിയൽ നമ്പർ കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴും ഇവിടെ കിട്ടുന്ന വാല്യൂ, എക്സിന്റെ വാല്യൂ എന്ത് തന്നെ ആയിരിക്കും, ഒരു റിയൽ നമ്പർ ആയിരിക്കണം. എങ്കിൽ ഈ ഫംഗ്ഷൻ എന്ത് പറയും, ഓൺ 2. ആർബിട്രറി ആയിട്ട് ഇവിടെ ഒരു എലമെന്റ് എടുത്തു, അതിന്റെ പ്രീ ഇമേജ് ഇപ്പുറത്തുണ്ടെന്ന് പ്രൂവ് ചെയ്യുക. അതാണ് ഓൺ 2ന്റെ പ്രൂഫ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ലെറ്റ് y എലമെന്റ് ഓഫ് സെക്കൻഡ് സെറ്റ് സച്ച് ദാറ്റ് സിംപ്ലിഫൈ ചെയ്ത് എക്സിന്റെ വാല്യൂ കണ്ടു. എക്സിന്റെ വാല്യൂ yക്ക് ഏത് റിയൽ നമ്പർ കൊടുത്താലും എക്സിന്റെ വാല്യൂ എന്ത് തന്നെയാണ്, ഒരു റിയൽ നമ്പർ, എലമെന്റ് ഓഫ് R. therefore f is എന്താണ്, on 2 എന്ന് പറയാം. since the function f is both 1 1 and on 2, since f is both 1 1 and on 2, f is എന്തെന്ന് പറയും, ബൈജക്റ്റീവ്. ശരിയല്ലേ, 1 1 on 2 ആയതുകൊണ്ട് ആ ഫംഗ്ഷൻ എന്താണ്, ബൈജക്റ്റീവ്. since the function f is bijective, it is invertible. since f is bijective, f is എന്താണ്, ഇൻവെർട്ടിബിൾ എന്ന് പറയാം. സോ ഒരു ഫംഗ്ഷൻ ഇൻവെർട്ടിബിൾ എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ ആ ഫംഗ്ഷൻ ബൈജക്റ്റീവ് എന്ന് പ്രൂവ് ചെയ്യണം. ബൈജക്റ്റീവ് മീൻസ് ദാറ്റ് ഫംഗ്ഷൻ മസ്റ്റ് ബി ബോത്ത് 1 1 ആൻഡ് on 2. now f inverse equal to, ഇൻവെർട്ടിബിൾ ആണെങ്കിൽ എന്തുണ്ട്, ഇൻവേഴ്സ് ഉണ്ട്. ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ദിസ് വൺ, y ഈക്വൽ ടു 4x + 3. അതിൽ നിന്ന് തിരിച്ച് എക്സിന്റെ വാല്യൂ കണ്ടെത്തുന്നതിനാണ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. x ഈക്വൽ ടു എന്ത് കിട്ടി, y - 3/4. സോ എഫ് ഇൻവേഴ്സ് ഈക്വൽ ടു y - 3/4. അതിനെ നമുക്ക് ഇൻ ടേംസ് ഓഫ് എക്സിൽ എഴുതാം. y യുടെ പ്ലേസ് ഫംഗ്ഷൻ ഓഫ് എക്സിൽ എഴുതുക, അത്രേ ഉള്ളൂ. ഈ സംഗതി ഫംഗ്ഷൻ ഓഫ് എക്സിൽ എഴുതുക. അപ്പോൾ എന്ത് കിട്ടും, x - 3/4. f of x ഫംഗ്ഷൻ ഓഫ് എക്സ് അല്ലേ, അപ്പൊ ഇൻവേഴ്സും ഫംഗ്ഷൻ ഓഫ് എക്സിൽ എഴുതുന്നു. സിംപ്ലിഫൈ ചെയ്ത് ഇവിടെ കിട്ടിയ എക്സിന്റെ വാല്യൂ അതാണ് എഫ് ഇൻവേഴ്സ്. വൈക്ക് പകരം എക്സ് കൊടുത്തു, അത്രേ ഉള്ളൂ. സോ x - 3/4. സിമ്പിൾ ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഒരു വ്യത്യസ്തമായ ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫംഗ്ഷൻ f ഫ്രം സെറ്റ് 2, 3, 4, 5 to സെറ്റ് 7, 9, 11, 13 given by f equal to set ordered pair 2, 7, 3, 9, 4, 11, 5, 13. Check whether the function is invertible. If invertible, find its inverse. ഈ ഫംഗ്ഷൻ ഇൻവെർട്ടിബിൾ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. ഒരു ഫംഗ്ഷൻ ഇൻവെർട്ടിബിൾ ആണെങ്കിൽ ആ ഫംഗ്ഷൻ 1 1 ആയിരിക്കണം, on 2 ആയിരിക്കണം. അപ്പൊ ഇത് 1 1 ആണോ on 2 ആണോ എന്ന് ചെക്ക് ചെയ്യണം. സിമ്പിൾ മെത്തേഡ്, ആരോ ഡയഗ്രാം മെത്തേഡ് നോക്കിക്കോളൂ. ആദ്യം ഗിവൺ ഫംഗ്ഷൻ, ആദ്യത്തെ സെറ്റ് 2, 3, 4, 5. സെക്കൻഡ് സെറ്റ് 7, 9, 11, 13. ഫംഗ്ഷൻ എഫ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 2 ന്റെ ഇമേജ് 7, 2 ന്റെ ഇമേജ് 7,
3യുടെ ഇമേജ് 9, 4ന്റെ ഇമേജ് 11, 5ന്റെ ഇമേജ് എന്താണ് 13. ഈ ഫംഗ്ഷൻ 1 1 ആണോ? Every element in the first set has distinct images. So f is എന്താണ് 1 1. റീസൺ എഴുതണം നിർബന്ധമായിട്ടും എക്സാമിനേഷൻ. എന്താണ്? Since the elements in the first set has distinct images, the function is 1 1. നെക്സ്റ്റ് ഇത് 1 2 ആണോ? രണ്ടാമത്തെ സെറ്റിലെ എല്ലാ എലമെന്റിനും ഇപ്പുറത്ത് പ്രീ ഇമേജ് ഉണ്ട്. എവരി എലമെന്റ് ഇൻ ദ സെക്കൻഡ് സെറ്റ് ഹാസ് പ്രീ ഇമേജ്. therefore f is എന്താണ് 1 2 also. അപ്പോ ഈ ഫംഗ്ഷൻ എന്താണ്? both 1 1 and 1 2. therefore f is എന്താണ് bijective. since f is bijective എന്താണ് കണ്ടീഷൻ? since f is bijective, f is എന്താണ് ഇൻവെർട്ടിബിൾ. ഒരു ഫംഗ്ഷൻ എന്താണ് ഇൻവെർട്ടിബിൾ എന്ന് പ്രൂവ് ചെയ്യാൻ അത് ബൈജക്റ്റീവ് എന്ന് പ്രൂവ് ചെയ്താൽ മതി. അത് കിട്ടിക്കഴിഞ്ഞു. ഇൻവെർട്ടിബിൾ എന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷൻ എന്തുണ്ട്? ഇൻവേഴ്സ് ഉണ്ട്. therefore f inverse equal to, very simple, f ഇതാണ് എങ്കിൽ f inverse ജസ്റ്റ് തിരിച്ചെഴുതുക. ഓർഡേർഡ് പെയർ 2,7 അതിനെ തിരിച്ചെഴുതുമ്പോൾ എന്ത് കിട്ടും? 7,2. നെക്സ്റ്റ് 3,9 തിരിച്ചെഴുതുക 9,3. നെക്സ്റ്റ് എന്താണ് 11,4. നെക്സ്റ്റ് എന്താണ് 13,5 which is the inverse of the function f. അപ്പോൾ നമ്മുടെ ഗിവൺ ഫംഗ്ഷൻ റോസ്റ്റർ ഫോമിലാണെങ്കിൽ വളരെ പെട്ടെന്ന് ആ ഫംഗ്ഷന്റെ ഇൻവേഴ്സ് കണ്ടെത്താം. അണ്ടർ ദ കണ്ടീഷൻ ആ ഫംഗ്ഷൻ എന്തായിരിക്കണം? 1 1 ഉം 1 2 ആയിരിക്കണം. എങ്കിൽ ജസ്റ്റ് ആ ഓർഡേർഡ് പെയർ റിവേഴ്സ് ചെയ്ത് എഴുതിയാൽ എന്ത് കിട്ടും? ഇൻവേഴ്സ് ഓഫ് ദ ഫംഗ്ഷൻ കിട്ടും. സിമ്പിൾ അല്ലേ? ഇത്രയുമാണ് ഫോക്കസ് ഏരിയ 1.4ൽ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലംസ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഈ ഫോക്കസ് ഏരിയ 1.4 വിശദമായി ഡിസ്കസ് ചെയ്യുന്ന 2 ക്ലാസുകൾ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. അത് കണ്ട് ഭംഗിയായി മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഈ ക്ലാസ് കാണുക. തീർച്ചയായും എക്സാമിനേഷന് ഫോക്കസ് ഏരിയയിൽ നിന്ന് ഈ ചാപ്റ്ററിൽ വളരെ കുറച്ച് പോർഷൻസ് മാത്രമാണുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച ടൈപ്സ് ഓഫ് റിലേഷൻ, ഇന്ന് പഠിപ്പിച്ച കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻ, ഒപ്പം ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻ, ഈ മൊത്തം പോർഷനിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ വരെ ഈ വർഷത്തെ ഹയർ സെക്കൻഡറി എക്സാമിനേഷന് പ്രതീക്ഷിക്കാം. മാക്സിമം 6 മാർക്ക് വരെ. എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. കൃത്യമായി ഭംഗിയായി പഠിച്ച് എക്സാമിനേഷന് സ്കോർ ചെയ്യുക. നെക്സ്റ്റ് ഡേ പുതിയൊരു ചാപ്റ്ററുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.